കാര്യം ഹോർമുസ് കടലെടുക്ക് ചെറിയൊരു ജലപാതയാണെങ്കിലും ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയെ സ്വാധീനിക്കുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. ഇറാനും ഒമാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കടലെടുക്ക് പേർഷ്യൻ ഗൾഫ് പ്രദേശത്തെ എണ്ണ ലോക വിപണിയിലേക്ക് എത്തിക്കുന്ന പ്രധാന മാർഗമാണ്. അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ നിയന്ത്രണങ്ങൾ പിടിക്കാനുള്ള പോരാട്ടം എക്കാലവും നടക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലായിരുന്നു പോർച്ചുഗീസ് അധിനിവേശം. 1507 പോർച്ചുഗൽ സൈന്യം ഈ പ്രദേശത്തെ നിയന്ത്രണത്തിലാക്കി. അവർ ഹോർമൂസ് ദ്വീപ് പിടിച്ചെടുത്ത് വ്യാപാരവും കടൽപാതയും നിയന്ത്രിച്ചു. ഏകദേശം ഒരു നൂറ്റാണ്ടോളം പോർച്ചുഗീസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ കടലെടുക്ക്. 1662 അബ്ബാസ് ഒന്നാമൻ എന്ന പേർഷ്യൻ ഭരണാധികാരി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ പോർച്ചുഗീസുകാരെ തുരത്തി. ഇതോടെ ഹോർമൂസ് കടലെടുക്കിന്റെ നിയന്ത്രണം പേർഷ്യയ്ക്ക് ലഭിച്ചു. 20-ാം നൂറ്റാണ്ടിൽ മിഡിൽ ഈസ്റ്റിൽ എണ്ണ കണ്ടെത്തിയതോടെ ആ കടലെടുക്കിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു. അമേരിക്ക, ബ്രിട്ടൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ കടൽപാതയുടെ സുരക്ഷയ്ക്കായി രംഗത്ത് വന്നു. ഇറാൻ മറ്റ് രാജ്യങ്ങളുമായി സൗഹാർദ്ദത്തിലായിരുന്ന കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. 1980-88 കാലത്ത് നടന്ന ഇറാൻ-ഇറാഖ് യുദ്ധം കടലെടുക്കിനെ വീണ്ടും വാർത്തകളിൽ നിറച്ചു. അക്കാലത്താണ് ടാങ്കർ വാർ എന്നറിയപ്പെട്ട ആക്രമണങ്ങൾ നടന്നത്. ഇരു രാജ്യങ്ങളും പാതയിലെ എണ്ണക്കപ്പലുകൾ ആക്രമിക്കുകയും കടൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് ലോക വിപണിയിൽ എണ്ണവില ഉയരാൻ കാരണമായി. അമേരിക്കയും ഇസ്രായേലും ഒരു പക്ഷത്തും ഇറാൻ മറുപക്ഷത്തുമായി തുടങ്ങിയ യുദ്ധം ഇപ്പോൾ വീണ്ടും ലോകത്തെ കടലെടുക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യുദ്ധത്തിനിടെ കടലെടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞ ഇറാൻ ആഗോളതലത്തിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഈ കടൽപാതയുടെ സുരക്ഷയ്ക്കായി നാവികസേന വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ഗതാഗതം മുടങ്ങിയിരിക്കുകയാണ്. ഇത് ലോക വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനിടയാക്കി. പ്രകൃതിവാതക ക്ഷാമവും പല രാജ്യങ്ങളിലും പിടിമുറുക്കി. ഈ കടലെടുക്ക് വഴി പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണയും പ്രകൃതിവാതവും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായിരുന്നു എത്തിയിരുന്നത്. എണ്ണവില ഉയർന്നത് ഗതാഗതം, വ്യവസായം, വൈദ്യുതി തുടങ്ങിയ മേഖലകളിൽ ചെലവ് കൂട്ടും. ഇത് പല രാജ്യങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണയിൽ ആശ്രയിക്കുന്നുണ്ട്. ഹോർമൂസിന്റെ നിയന്ത്രണം പിടിക്കാൻ US-ഉം ഇസ്രായേലും സജീവമായി രംഗത്തിറങ്ങിയാൽ ഈ മേഖലയിൽ ഇറാനുമായി വൻ പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക. ഇതുവഴി ഇപ്പോൾ ഇറാന്റെ അനുമതിയോടെ നടക്കുന്ന കപ്പൽ ഗതാഗതവും തടസ്സപ്പെടും. സമീപ രാജ്യങ്ങളും സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. ലോകമെമ്പാടും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും.